പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എം നോട്ട്സ് എഡ്യൂക്കേഷണൽ വീഡിയോ ചാനലിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന സയൻസ് ഡിഗ്രി കോഴ്സസിന്റെ ഒരു എപ്പിസോഡാണ് ഇനി ഉള്ള 7 വീഡിയോസ്. ഈ 7 വീഡിയോസിൽ BSc ജനറൽ പ്രോഗ്രാമായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന 7 പ്രത്യേക സ്പെസിഫിക് ഡിസിപ്ലിനെ പറ്റിയാണ് ഓരോ വീഡിയോയിലും നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയായിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത് എല്ലാ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെ അസോസിയേഷനില്, അതായത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗീകാരമുള്ള, അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പരസ്പരം അവരുടെ കോഴ്സസ് അവരുടെ ജൂറിസ്ഡിക്ഷന്റെ അകത്ത് അംഗീകാരം കൊടുത്തിരിക്കണം എന്നുള്ളത് UGCയുടെയും MHRDയുടെയും റൂളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ, അധ്യാപകർ അടക്കം ആശങ്കയിൽ ചിലപ്പോൾ നിൽക്കാം, ഇഗ്നോയിലെ ഈ BSc കോഴ്സിന് അംഗീകാരം ഉണ്ടോ എന്ന്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോഴ്സുകളും ഇന്ത്യയിലെ, കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് എന്ന് സധൈര്യം എനിക്ക് പറയാൻ കഴിയും. മാത്രമല്ല, UGCയുടെ പ്രത്യേക നോംസ് അനുസരിച്ച് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും ജൂറിസ്ഡിക്ഷൻ ബാധകമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സയൻസ് പ്രോഗ്രാമുകൾ മറ്റ് യൂണിവേഴ്സിറ്റീസ് ജൂറിസ്ഡിക്ഷന്റെ പുറത്തു വന്ന് നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ അതിന് അംഗീകാരമില്ല എന്ന് നിർബന്ധമായും മനസ്സിലാക്കുക. ഇഗ്നോയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്. ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന 1985 പാർലമെന്റ് ആക്ട് നമ്പർ 50 പ്രകാരം പ്രവർത്തിക്കുന്ന അതുല്യവും ഏറ്റവും മഹത്തായതുമായ ഒരു യൂണിവേഴ്സിറ്റിയും ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും കോമൺവെൽത്തും അംഗീകാരം നൽകിയിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രോഗ്രാംസും എല്ലാ സ്ഥലത്തും വാലിഡിറ്റി ഉള്ളതാണ്, വാല്യുവബിൾ ആണ്, റിലയബിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ചില പ്രത്യേക കാര്യങ്ങൾക്ക്, 5 കാര്യങ്ങൾക്ക്, ചിലത് എന്ന് പറയേണ്ട, സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം, 5 കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. ഇഗ്നോയിലെ ഓരോ കോഴ്സ് ചെയ്യുന്ന, ഓരോ പ്രോഗ്രാമും ചെയ്യുന്ന ലേണർ, ആ വ്യക്തി നിർബന്ധമായും ഒരു ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഓറിയന്റഡ്, സബ്ജക്ട് ഓറിയന്റഡ് ആയി പ്രവർത്തിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്, വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാമുകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഡീപ്പ് സബ്ജക്ട് നോളജ് നൽകുകയാണ് ഇതിലൂടെ. ഡീപ്പ് സബ്ജക്ട് നോളജ് അത് എങ്ങനെയാണ് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും, ഈ 7 വീഡിയോയിലും വിശദീകരിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരു കോമഡി ഷോ കാണുന്നത് പോലെയോ, വേറെ ഏതെങ്കിലും ഒരു സീരിയൽ കാണുന്നത് പോലെയോ, ഒരു ജോക്ക് കാണുന്നത് പോലെയോ ഈ എഡ്യൂക്കേഷണൽ ചാനൽ എം നോട്ട്സിന്റെ ഈ വീഡിയോസ് ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത്. നിങ്ങൾ ഇത്തിരി സീരിയസ് ആയി, ഇത്തിരി ഗൗരവത്തിന് പൂർണ്ണമായി ഇത് കേട്ട് മനസ്സിലാക്കിയാലേ, അതും ഒരു റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് ഉറയ്ക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. 3 കൊല്ലത്തെ, 4 കൊല്ലത്തെ, 5 കൊല്ലത്തെ, 6 കൊല്ലത്തെ നിങ്ങളുടെ ഈ പഠന വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിൽ ഇപ്പോൾ മനസ്സിലാക്കി വച്ചില്ല എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥയുണ്ടാകും.
അപ്പോൾ ആവശ്യമില്ലാതെ കുറെ ഫോൺ കോളുകൾ റീജിയണൽ സെന്ററിലേക്കും സ്റ്റഡി സെന്ററിലേക്കും വിദ്യാർത്ഥികളിലേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അറിയാത്തവരോട് വിദ്യാർത്ഥികൾ ഒരേ ഗ്രൂപ്പിൽ അവർ ചിലപ്പോൾ ഇതേ കോമാളിത്തരത്തിലുള്ളവരായിരിക്കാം, അവർക്ക് ചിലപ്പോൾ കണ്ടന്റുകൾ അറിയുന്നില്ല എങ്കിൽ അവരും കൈമലർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും. സോ യു എൻക്വയർ ദ ഇൻഫർമേഷൻസ് ഫ്രം ദി ഓതന്റിക് പേഴ്സൺസ്. അപ്പൊ ഓതന്റിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് ചില കരിയർ ഗൈഡൻസിനോട്, ചില അക്കാഡമിക് കൗൺസിലേഴ്സിനോട്, എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സിനോട്, സൈക്കോളജിക്കൽ റിലേറ്റഡ് കൗൺസിലേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സുവ്യക്തമായ ചില ധാരണകളിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ ഇഗ്നോ നൽകുന്ന മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ അവയർനെസ്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇത് നൽകുന്നു. നമുക്കറിയാം പാരിസ്ഥിതിക പ്രശ്നങ്ങള്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇഷ്യൂസസ്, ഇങ്ങനെ ഒരുപാട് ഉള്ള ഈ ലോകത്ത് എൻവയോൺമെന്റൽ അവയർനെസ് ഇഗ്നോ കമ്പൾസറി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമായി നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഇന്റർ റിലേറ്റഡ് സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് UGC നിർബന്ധമായും പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ബോട്ടണി എടുക്കുന്ന കുട്ടിയാണ് എങ്കിൽ കുട്ടിക്ക് തീരുമാനിക്കാം സുവോളജിയോ കെമിസ്ട്രിയോ മാത്തമെറ്റിക്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ സൈക്കോളജിയോ ഏത് വേണമെങ്കിലും കുട്ടിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജിയോഗ്രഫി എടുക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ സുവോളജി ആന്ത്രപ്പോളജിക്കൊക്കെ വേണ്ടി സുവോളജി സഹായകമായിരിക്കും, ജിയോളജി സഹായകമായിരിക്കും, ചിലപ്പോൾ ഫിസിക്സ് സഹായകമായിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ ഫിസിക്സും ജിയോഗ്രഫിയും ഒരു കണക്കിൽ ഈ ഗ്രാവിറ്റി, ന്യൂട്ടന്റെ ലോ അതുമായൊക്കെ വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജിയോളജി എടുക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ നിർബന്ധമായും ബോട്ടണിയും സുവോളജിയും ജിയോളജിയും. ഇതെന്താ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ? അതാണ് ഇഗ്നോയുടെ പ്രത്യേകത. ഇന്റർ ഡിസിപ്ലിൻ ആണ്, പരസ്പരമുള്ള ഇന്റർ ഡിസിപ്ലിൻ പ്രോഗ്രാംസ്. ഇപ്പൊ ഫിസിക്സ് എടുക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ഫിസിക്സ്, BSc ഫിസിക്സ്, ഒപ്പം തന്നെ മാത്സിന്റെ കോമ്പിനേഷൻസ് എടുക്കാം. കുറച്ച് സിമ്പിൾ ആയിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയിൽ ആ വ്യക്തിക്ക് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇന്റർ ഡിസിപ്ലിൻ ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് ഇവിടെ നൽകുന്നത്. ഇത്തരത്തിലുള്ള ഈ 4 ഒബ്ജക്റ്റീവ്സിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് അതിന്റെ 5ാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള ആ ഒരു നിലക്കാണ്. ഇന്റർനാഷണൽ സിറ്റിസൺ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, വിശ്വപൗരൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. കേവലം ഒരു ബിരുദം വാങ്ങി കേരളത്തിന്റെ അകത്ത് ഇരിക്കുക എന്നുള്ളതിനുപരിയായിക്കൊണ്ട് അന്യ രാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുമ്പോഴും 50 പേർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട് എന്ന് കരുതുക. ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു റാങ്ക് കൂടുകയാണ്. കാരണം അത്രയും പവർഫുൾ യൂണിവേഴ്സിറ്റിയുടെ പവർഫുൾ ഡിഗ്നിഫൈഡ് പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന അങ്ങേർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും. അതാണ് അതിന്റെ പ്രത്യേകത. ലോകത്തിലെ അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായ എല്ലാ വ്യക്തികളോടും, നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസേഴ്സിനോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരോട്, അതുപോലെ തന്നെ വിവരമുള്ള ആളുകളോട്, അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. വിവരമുള്ള ആളുകളോട് ഇഗ്നോയെ കമ്പയർ ചെയ്യൂ. ഇഗ്നോ എന്നും 5 സ്റ്റാറിന് മുകളിൽ കുറച്ച് സ്റ്റാറുകൾ കൊടുക്കാമെങ്കിൽ ആ സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് 4.25 സ്റ്റാർ പോലും അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു BSc പ്രോഗ്രാമിലൂടെ 6 സെമസ്റ്റർ ആയിട്ടാണ് പ്രോഗ്രാമുകൾ നടത്തുന്നത്. കേരളത്തിലുള്ള എല്ലാ റീജിയണൽ സെന്ററുകളുടെ കീഴിലും ഔദ്യോഗികമായ ലാബ് ഫെസിലിറ്റി ഉള്ള, ഇന്റർനാഷണൽ ഫെസിലിറ്റി ഉള്ള, സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്റ്റഡി സെന്ററുകളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓർക്കുക, നാക്കിന്റെ A++ അംഗീകാരം നേടിയിട്ടുള്ള സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡിന്റെ, അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിലിന്റെ, നാക്കിന്റെ A++ അംഗീകാരം നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അത്തരത്തിലുള്ള നാക്ക് A++ കാറ്റഗറിയുള്ള കോളേജുകളിലെയാണ് നിങ്ങൾക്ക് ഈ BSc പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. മൊത്തം 6 സെമസ്റ്ററില്
ലാബ് ഓറിയന്റഡ് ആണ് എല്ലാ പ്രോഗ്രാമും, ലാബ് ഓറിയന്റഡ് ആണ്. 22 ക്രെഡിറ്റ് വീതം 6 സെമസ്റ്ററിൽ 132 ക്രെഡിറ്റ് എടുത്ത് നിങ്ങൾക്ക് ഈ BSc ജനറൽ കരസ്ഥമാക്കാം. ഇത് കരസ്ഥമാക്കാൻ 4 പ്രധാന കാറ്റഗറിയിലൂടെ നിങ്ങൾ നിർബന്ധമായും കടന്നു പോകേണ്ടതുണ്ട്. ഒന്ന്, ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്നുള്ളത് 72 ക്രെഡിറ്റിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് 36 ക്രെഡിറ്റിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്ന് പറയുന്ന ചില കോഴ്സസ്, ചില പേപ്പേഴ്സ് ഉണ്ട്. 8 ക്രെഡിറ്റിലൂടെ നിങ്ങൾ അതിനെ കടന്നു പോകേണ്ടതുണ്ട്. അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്ന 4ാമത്തെ കോമ്പണന്റ്, 4ാമത്തെ കാറ്റഗറിയിലൂടെ 16 ക്രെഡിറ്റിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ്, ബോട്ടണിക്കാർക്ക് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. ഓർക്കുക, ഓരോ ഡിസിപ്ലിനിലും ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറഞ്ഞ് എടുക്കുന്ന ആ ഭാഗത്ത് 72 ക്രെഡിറ്റ് എടുക്കുന്നതിൽ ഓരോ സെമസ്റ്ററിലും 6 ക്രെഡിറ്റ് വീതമാണ് എടുക്കുക. അതിൽ 4 ക്രെഡിറ്റ് തിയറി പേപ്പറും 2 ക്രെഡിറ്റ് ലബോറട്ടറിയും ആയിരിക്കും. 6 ക്രെഡിറ്റ് എഴുതിയെടുത്തോളൂ, മനസ്സിലാക്കി വെച്ചോളൂ ഇഗ്നോയിലെ പാറ്റേൺ എന്താണ് എന്ന്. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ് എന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളത് ചൂസ് ചെയ്യാനാണ് നിങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പോസ് ചെയ്ത് പേപ്പറിൽ എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. ദിസ് ഈസ് എ സീരിയസ് ടോക്ക്. ഓക്കെ, 6 ക്രെഡിറ്റ് തിയറി, അതുപോലത്തെ 6 ക്രെഡിറ്റ് ഓരോന്നിലും. അതിൽ 4 ക്രെഡിറ്റ് തിയറി, 2 ക്രെഡിറ്റ് ലാബ് എന്നുള്ളത്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 മണിക്കൂറുള്ള പഠന പ്രവർത്തനം, അസൈൻമെന്റ് എഴുത്ത്, ടെക്സ്റ്റ് മെറ്റീരിയൽസ് വായന, ലാബ് ചെയ്യൽ, പ്രാക്ടിക്കൽസ് ചെയ്യൽ, അധ്യാപകരുമായിട്ടുള്ള ക്ലാസ്സുകൾ, ഓഡിയോ വിഷ്വൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യൽ, ഗ്യാൻ ദർശൻ ഗ്യാൻവാണിയിലൂടെയുള്ള പഠനം, പ്രത്യേകിച്ച് ലാബ് റെക്കോർഡ്സ് മെയിൻ്റനൻസ് ചെയ്യൽ, അങ്ങനെയുള്ള എല്ലാ സമഗ്രമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്യാൻ വാണി തുടങ്ങിയ പ്രക്ഷേപണങ്ങളിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കൽ, ഇതെല്ലാം പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇഗ്നോയുടെ മൾട്ടി ലെവൽ പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി ആണ് എന്ന് മനസ്സിലാക്കുക. ഇതിലെ 4 ക്രെഡിറ്റ് തിയറി പേപ്പറിൽ നിർബന്ധമായും 1 ക്രെഡിറ്റ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് നിർബന്ധമായുമുള്ള കമ്പൾസറി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1 ക്രെഡിറ്റിന് അല്ലെങ്കിൽ 1 ക്രെഡിറ്റിന് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യേണ്ട തിയറി പേപ്പേഴ്സ് വായിച്ച് മനസ്സിലാക്കി പോകാം എന്നുണ്ടെങ്കിൽ പോലും കമ്പൾസറി 1 ക്രെഡിറ്റ് ട്യൂട്ടോറിയൽസ്, ആ വാക്ക് തന്നെയാണ് ഇഗ്നോ ഉപയോഗിക്കുന്നത്. 1 ക്രെഡിറ്റ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് നിർബന്ധമായും തന്നിരിക്കും. ഒരു ട്യൂട്ടർ അഥവാ മുന്നിൽ ഒരു അക്കാഡമിക് കൗൺസിലർ വെച്ചുള്ള ക്ലാസ്സുകൾ. ഇപ്പോൾ അത് ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പൾസറി നിങ്ങൾ ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത കോഴ്സിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്നുള്ളത് 36 ക്രെഡിറ്റ്, 6 ക്രെഡിറ്റ് വീതമാണ്. നമ്മൾ 6 കോഴ്സാണ് പഠിക്കേണ്ടത്. ആ 6 പേപ്പർ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ എടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കോർ കോഴ്സസ്, സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെമ്മിലാണ് എടുക്കേണ്ടത്. ഇത് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറയുന്നത് 3rd ഇയർ അഥവാ 5th സെമ്മിലും 4th സെമ്മിലുമാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെയും 4 ക്രെഡിറ്റ് തിയറി, 2 ക്രെഡിറ്റ് പ്രാക്ടിക്കൽ ഉണ്ട്. അതിൽ തന്നെ തിയറിയില് 1 ക്രെഡിറ്റ് ട്യൂട്ടോറിയൽസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്നുള്ള നിലക്ക് 4 ക്രെഡിറ്റ് വീതം 2 സെമ്മിലായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് അത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലുമാണ് ഉള്ളത്. ഫസ്റ്റ് സെമ്മിലെ
എൻവയോൺമെന്റൽ സ്റ്റഡിയും സെക്കൻഡ് സെമ്മില് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള 8 ക്രെഡിറ്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ കമ്പൾസറി ആയിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മില് സെക്കൻഡ് ഇയറില് 3rd സെം 4th സെം 5th സെം 6th സെമ്മില് ഓരോ സെമ്മിലും ഓരോ പേപ്പർ ഓരോ കോഴ്സ് വീതം ഈ 4 സെമ്മിലും അവസാനത്തെ 4 സെം ആദ്യത്തെ 2 സെം ഒഴിച്ച് അവസാനത്തെ 4 സെമ്മിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഓരോന്നിലും ഓരോ സെമ്മിലും ഓരോ കോഴ്സ് വീതം ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ് എടുക്കേണ്ടത്. അത് ഏതൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഈ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല തുടർന്നുള്ള എല്ലാ വീഡിയോസിലും ഇത് എത്ര തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ നിങ്ങളെ സഹായിക്കാൻ നിർബന്ധമായും ഞാൻ ഇത് നിങ്ങളോടൊപ്പം പറയുന്നതായിരിക്കും. ഇഗ്നോയില് നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണ് പഠിക്കുന്നത് എന്നാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഒരു BSc പ്രോഗ്രാം എടുക്കുമ്പോൾ ഏതൊക്കെ ഡിസിപ്ലിൻ ആണ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കേണ്ടത്. മുമ്പൊക്കെ ഒരു മെയിൻ സബ്ജക്ട് 2 സബ്സിഡറി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. തുല്യ പ്രാധാന്യമുള്ള 3 കോഴ്സ്, 3 ഡിസിപ്ലിൻ, 3 സബ്ജക്ട്, 3 വിഷയത്തിൽ നമ്മൾ ഊന്നുകയാണ്. ഇപ്പൊ നിങ്ങൾ ബോട്ടണിയാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ഗ്രൂപ്പിലുള്ള സുവോളജിയും വേറെ ഒരു ഗ്രൂപ്പിലുള്ള കെമിസ്ട്രിയും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത് ബോട്ടണിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പിലുള്ള ഫിസിക്സ് എടുത്ത് മറ്റൊരു ഗ്രൂപ്പിലുള്ള ജിയോളജി വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എന്താണ് ഇങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരും. നിർബന്ധമായും ഇപ്പോൾ ബോട്ടണി എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ബോട്ടണി പഠിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ സുവോളജി വേണമെന്നില്ല. മറിച്ച് ബോട്ടണി പഠിക്കുമ്പോൾ ഫിസിക്സ് ആണ് ബയോടെക്നോളജിയിൽ പോകേണ്ടി വരിക. ആ ബയോടെക്നോളജിയിൽ ചിലപ്പോൾ ജിയോളജി വേണ്ടി അവസ്ഥകൾ വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ ഉപയോഗിച്ചത്. ഒരു പ്രത്യേക ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിന്ന് 3 ഡിസിപ്ലിൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഓരോ ഗ്രൂപ്പായിട്ടാണ് 1 മുതൽ 5 വരെ ഉള്ള ഗ്രൂപ്പിന് ഏതെങ്കിലും 3 ഗ്രൂപ്പിൽ നിന്ന് ഓരോ പേപ്പർ വീതം അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് വീതം ഓരോ ഡിസിപ്ലിൻ വീതം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ബോട്ടണിക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഈ താഴെ പറയുന്നതിൽ നിന്ന് നിർബന്ധമായും നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് 1 വീതം 3 ഡിസിപ്ലിനിൽ നിന്ന് നിങ്ങൾ എടുക്കണം. ഈ ബോട്ടണി നിങ്ങൾ പഠിക്കുമ്പോൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് DSC എന്ന് പറയുന്നത് ഒരെണ്ണമാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ തിരഞ്ഞെടുത്ത മറ്റ് 2 വിഷയമുണ്ടല്ലോ, ആ 2 വിഷയത്തിൽ ഏതൊക്കെയാണോ ടേബിളിൽ തന്നിരിക്കുന്ന സബ്ജക്ട് ആ സബ്ജക്റ്റുകളിൽ നിന്ന് 1 വീതം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ബോട്ടണിയിലേക്കുള്ള പേപ്പേഴ്സ് ഏതൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ബയോഡൈവേഴ്സിറ്റി, മൈക്രോബ്സ്, അൽഗൈ, ഫംഗൈ ആൻഡ് എനിക്ക് ഇത്തിരി പ്രയാസമാണ് ആർക്കെഗോണിയേറ്റ്സ്. ഓക്കെ, ആ ഒരു മേഖലയിൽ, കാരണം ഞാനൊരു മാത്സ് അധ്യാപകൻ ആയതുകൊണ്ട് ഈ പദങ്ങൾ എനിക്ക് ഇത്തിരി പ്രയാസമാണ്. ഉള്ളതുപോലെ നമ്മൾ പറയണമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയിലെ അതിനോടൊപ്പം തന്നെ ചേർന്ന് എടുക്കേണ്ടത് ഇത്രയും വിഷയങ്ങളിൽ ബയോഡൈവേഴ്സിറ്റിയിലെ 4 ക്രെഡിറ്റ് തിയറി പേപ്പറും 2 ക്രെഡിറ്റ് ലാബും ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി, 4 ക്രെഡിറ്റ് തിയറി 2 ക്രെഡിറ്റ് ലബോറട്ടറി. പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി ലബോറട്ടറി. മൂന്നാമത്തത് പ്ലാന്റ് അനാട്ടമി ആൻഡ് എംബ്രിയോളജി. ഓക്കെ, എംബ്രിയോളജി, പ്ലാന്റ് അനോട്ടമി ആൻഡ് എംബ്രിയോളജി, അത് 4 ക്രെഡിറ്റ് തിയറിയും 2 ക്രെഡിറ്റ് ലാബും നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ പ്ലാന്റ് ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം എന്നുള്ള മേഖലയില് 4 ക്രെഡിറ്റ് തിയറി 2 ക്രെഡിറ്റ് പ്രാക്ടിക്കലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇത് മറ്റു ഗ്രൂപ്പുകൾ, നിങ്ങൾ കെമിസ്ട്രി എടുക്കുന്നുവെങ്കിൽ കെമിസ്ട്രിയിലെ പേപ്പേഴ്സ് ഇതുപോലെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മാത്സ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്സിലെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യാം. ജിയോളജി ആണ് എടുക്കുന്നതെങ്കിൽ ജിയോളജിയിലെ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് കൂടാതെ ഡിസിപ്ലിന് ഉള്ളത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റ് ഓപ്ഷൻസ് ആണ് നമ്മുടെ
ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിലെ ബോട്ടണിയിൽ പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ് നേരത്തെ പറഞ്ഞത്. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് വീതം തിരഞ്ഞെടുക്കണം. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിലെ ലബോറട്ടറി. എക്കണോമിക് ബോട്ടണി, ബോട്ടണിയും എക്കണോമിക്സും തമ്മിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ കണ്ടീഷനോട് കൂടിയിട്ട് ബോട്ടണി എങ്ങനെ അതിനെ എക്കണോമൈസിങ്, ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ നടത്താം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം. എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. ബയോളജി പഠിക്കുന്ന കൂട്ടത്തിൽ എക്കണോമിക്സും ബയോടെക്നോളജിയും സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി അതിന്റെ തിയറി, അതുപോലെ തന്നെ 2 ക്രെഡിറ്റിലെ എക്കണോമിക് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി എന്ന് പറയുന്ന ലബോറട്ടറി പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ഡീപ്പായി വളരെ ആഴത്തിൽ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് ഇനി 4 ക്രെഡിറ്റ് വീതമുള്ള താഴെ പറയുന്നതിൽ നിന്ന് ഓരോ സെമ്മിലും 1 വീതം നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലേക്കും 1 വീതം ഉള്ളതാണ്. 4 ക്രെഡിറ്റ് വീതം അതിബൃഹത്തായ സെലക്ഷൻ ആണ്. അതിൽ നിന്ന് നിങ്ങൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വളരെ വിപുലമായ 18 എണ്ണമാണ് നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. ഒന്ന് ടൂറിസം ആന്ത്രപ്പോളജി, ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, ഹിന്ദിയിലെ ഒരു പേപ്പർ, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡെമോളജി, ഡാറ്റ അനാലിസിസ്, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സ്കൂൾ സൈക്കോളജി, മാനേജിംഗ് സ്ട്രെസ്, ടെക്നിക്സ് ഓഫ് എത്നോഗ്രാഫിക് ഫിലിം മേക്കിംഗ്, അതുപോലെ തന്നെ ഹിന്ദിയിലെ മറ്റൊരു പേപ്പർ മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, സൊസൈറ്റി ത്രൂ ദി വിഷ്വൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്, ഹിന്ദിയിലെ തന്നെ മറ്റൊരു പേപ്പർ എന്റർപ്രണർഷിപ്പ്, സ്ട്രെസ് ആൻഡ് ടൈം മാനേജ്മെന്റ്, അപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഹിന്ദിയിലെ മറ്റൊരു പേപ്പർ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. ഇങ്ങനെയുള്ള ഇത്രയും പേപ്പേഴ്സിന് ഈ പേപ്പറിന് ഈ കോഡിനെ എല്ലാം 185, 186, 188 കോഡുകളുള്ള 187, 188 കോഡുകളുള്ള ഈ കോഴ്സസിൽ നിന്ന് 4 എണ്ണമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എനി വൺ ഇൻ എനി സെം. അത് ഫസ്റ്റ് സെം, തേർഡ് സെമ്മിൽ ഏത് വേണം, ഫോർത്ത് സെമ്മിൽ ഏത് വേണം, ഫിഫ്ത്ത് സെമ്മിൽ ഏത് വേണം, സിക്സ്ത് സെമ്മിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും ഫസ്റ്റ് സെം ഇന്നതേ എടുക്കാവൂ എന്ന് ഇഗ്നോ ആരെയും അടിച്ചേൽപ്പിക്കില്ല. നേരത്തെ പറഞ്ഞില്ല, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പൊ കുട്ടി ആദ്യമേ മനസ്സിലാക്കുന്നു എനിക്ക് സ്കൂൾ സൈക്കോളജിയാണ് വേണ്ടത്. ഇതിലെ 17ാമത്തെ ആയിട്ടാണ് സ്കൂൾ സൈക്കോളജി ഉള്ളത്. അതാണ് എടുക്കുന്നത് 2ാമത്തെ വർഷത്തിലെ 3ാമത്തെ സെമസ്റ്ററിൽ. അതാണ് എടുക്കുന്നതെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ ലാസ്റ്റ് സെമ്മിലെ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡെമോളജി ആണ് കുട്ടി പഠിക്കുന്നത് എങ്കിൽ അത് ചെയ്യാം. ഇടയ്ക്ക് 5ാമത്തെ സെമ്മിൽ കുട്ടിക്ക് ഒന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒന്ന് വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് വേണമെങ്കിൽ ഇടക്കെടുക്കാം. അപ്പൊ ഈ 18 പ്രോഗ്രാമുകൾ 18 കോഴ്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് 4 എണ്ണം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന്റെ പരമമായ ഉദ്ദേശം ഒറ്റ സംഗതിയേ ഉള്ളൂ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. നിങ്ങളുടെ സ്കിൽ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ചുരുക്കി 2 കാര്യം പറയാം. ഇഗ്നോയിലെ BSc അംഗീകരിക്കപ്പെട്ടതാണ്. ഇഗ്നോയിലെ BScയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മറ്റു ഏത് പ്രോഗ്രാമുകളിലേക്കും പോകാം. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളും കേരളത്തിലും ഇഗ്നോയെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലും വിവരം എത്തിക്കുക എന്നുള്ളതാണ് ഇഗ്നോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2ാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്കിൽ ഓറിയന്റഡ്, ലാബ് ഓറിയന്റഡ്, അപ്ലിക്കേഷൻ ഓറിയന്റഡ്, വൊക്കേഷണൽ ഓറിയന്റഡ്, ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്നത്. ഈ
ക്ലാസ് അഥവാ ഈ വീഡിയോ എം നോട്ട്സിന്റെ BSc ബോട്ടണി എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കമന്റായി ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള എന്റെ നമ്പറിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എന്നോട് അന്വേഷിക്കാം, വാട്സപ്പ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, എം നോട്ട്സ് ഒരു എഡ്യൂക്കേഷണൽ ചാനൽ ആണ്. വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ കാലികവുമായിട്ടുള്ള ഇൻഫർമേഷൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നു എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ സമൂഹത്തിലുള്ള, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള, നിങ്ങളുടെ വിദേശത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം ആവശ്യപ്പെടുന്നു. സ്നേഹപൂർവ്വം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല വിദ്യാഭ്യാസ ജീവിതം കൊണ്ടു നടത്താൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം.